തീർച്ചയായിട്ടും മുള്ളമ്പാറയിൽ ഒരു ഹെൽത്ത് സെന്റർ കൊണ്ടുവരാൻ തന്നെയാണ്. റോഡ് വൈഡനിങ് അടക്കമുള്ള പദ്ധതികൾക്ക് പാലക്കുളം വാർഡിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രശ്നം റോഡിന്റെ ശോചനീയാവസ്ഥയാണ്. വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് അല്ലെങ്കിൽ ഉമ്മമാർക്കൊക്കെ ഒരു കൈത്തോലായിട്ട് ഒരു വ്യവസായം. മുള്ളമ്പാറ വാർഡിനോട് ചേർന്ന് കിടക്കുന്നതാണ് അരികെയായ വാക്യത്തൊടി, തടത്തിപ്പറമ്പ്, ശാന്തിഗ്രാമം. ഇത്രയും പ്രദേശങ്ങളിൽ ഏകദേശം 2000-ഓളം വീടുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് മുള്ളമ്പാറ. അതിൻ്റെ ഹൃദയം തന്നെ മുള്ളമ്പാറയാണ്. ഈ 4 വാർഡുകളുടെ ഹൃദയം എന്ന് പറയുന്നത് മുള്ളമ്പാറയാണ്. ഈ മുള്ളമ്പാറയിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്ത് സെൻറ്റർ മുള്ളമ്പാറയിലില്ല. നമ്മൾ തൊട്ടപ്പുറത്ത് വട്ടപ്പാറയിൽ ഹെൽത്ത് സെൻറ്റർ ഉണ്ട്, അതേപോലെ വേട്ടേക്കോട് ഹെൽത്ത് സെൻറ്റർ ഉണ്ട്. ഇത്രയും 2000 വീടുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഒരു ഹെൽത്ത് സെൻറ്റർ ഇല്ല. തീർച്ചയായിട്ടും മുള്ളമ്പാറയിൽ ഒരു ഹെൽത്ത് സെൻറ്റർ കൊണ്ടുവരാൻ തന്നെയാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. കൂടാതെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്ന കൂടുതൽ മേഖലകളുണ്ട്. ആ മേഖലയിലെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും. അതുപോലെ തന്നെ ഒരു വയോജനങ്ങൾക്ക് ഒത്തുചേരുന്നതിനുള്ള ഒരു കേന്ദ്രം മുള്ളമ്പാറയിൽ സ്ഥാപിക്കും. 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ താണിപ്പാറയിൽ ഉണ്ടായിരുന്ന കുടിവെള്ളക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരമായിരിക്കും. അതാണ് ഒന്നാമത്തെ എൻ്റെ പ്രൊജക്റ്റ്. രണ്ടാമത്തെ മഞ്ചേരി നഗരത്തിൻ്റെ ഏറ്റവും ബൃഹത്തായ ഒരു പദ്ധതി വേസ്റ്റ് നിർമ്മാർജ്ജനം, ഡ്രൈനേജ് നിർമ്മാർജ്ജനം, അതുപോലെ തന്നെ ടൗണിലെ നിലവിൽ വർഷകാലങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ കുത്തൊഴുക്കുകൾ അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ശ്രമത്തിന് നിരന്തരമായ ശ്രമങ്ങളുണ്ടാവും. മൂന്നാമത്തത് മഞ്ചേരി ടൗണിൽ തന്നെ ഒരുപാട് ബൈപ്പാസുകളും ഇൻ്റർലിങ്ക് കണക്ഷനുകളും ഉണ്ടാക്കാനുണ്ട്. അതായത് രൂക്ഷമായ ഗതാഗത തടസ്സങ്ങൾ ഉണ്ടാവുന്ന മഞ്ചേരിയിൽ അതിന് ഏറ്റവും റോഡ് വൈഡനിങ് അടക്കമുള്ള പദ്ധതികൾക്ക് മുൻകൈ എടുക്കും. ജനങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ജനസേവന കേന്ദ്രം ഇന്ന് ആ വാർഡിൽ ഇല്ലാത്തൊരു സംഭവമാണ്. അത് നമ്മൾ കൊണ്ടുവരും. അത് കൊണ്ടുവരുന്നതിലൂടെ അവർക്ക് നഗരസഭയിലോ അതല്ലെങ്കിൽ വില്ലേജിലോ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് സർക്കാരിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഓഫീസുകൾ തോറും കയറി ഇറങ്ങേണ്ട ആവശ്യം വരില്ല. അവിടെ വന്നാൽ എല്ലാം നമ്മൾ നിർവഹിച്ച് കാണിച്ചു കൊടുക്കുന്ന ഒരു സംരംഭം. രണ്ടാമത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാലക്കുളം വാർഡിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മഴ പെയ്തു കഴിഞ്ഞാൽ റോഡും തോടും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ഉള്ളത്. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമഗ്ര പദ്ധതികൾ നമ്മൾ അവിടെ കൊണ്ടുവരും. അത് നഗരസഭയുടെ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൊണ്ടുവരും. മറ്റൊന്ന് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് വാർഡിൻ്റെ വികസന പാതയിൽ ഏറ്റവും നല്ലൊരു ചൂണ്ടുപലകയായിട്ട് വനിതകൾക്ക് സ്വയം പര്യാപ്തരാകാൻ വേണ്ടിയിട്ടുള്ള ഒരു തൊഴിൽ പദ്ധതി, അത് സ്വയം സംരംഭക പദ്ധതി നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്.